കണ്ണൻമൂല എന്ന ഗ്രാമത്തിലെ പഴയ തറവാട് വീട് വർഷങ്ങളായി പൂട്ടിയിട്ടതാണ്. ഒരിക്കൽ ആ വീട്ടിൽ താമസിച്ചിരുന്ന ഐശ്വര്യ എന്ന പെൺകുട്ടി ഒരു ദിവസം അർദ്ധരാത്രിയിൽ അപ്രത്യക്ഷമായി. അതിനുശേഷം ആ വീടിനെ നാട്ടുകാർ ശാപിതമെന്നാണ് പറയുന്നത്. ഒരു ദിവസം ഭയമില്ലാത്തവനായ രാഹുൽ ഒരു വീഡിയോ ചെയ്യാൻ ആ വീട്ടിൽ ഒറ്റയ്ക്ക് കയറാൻ തീരുമാനിച്ചു. മൊബൈൽ ക്യാമറ ഓൺ ചെയ്തുകൊണ്ട് അവൻ പതുക്കെ പഴയ വാതിൽ തള്ളി അകത്തേക്ക് നടന്നു. വീടിനുള്ളിൽ ഒരു വിചിത്ര നിശബ്ദത. ശ്വാസമെടുത്തതുപോലും വലിയ ശബ്ദം പോലെ കേൾന്നു. ആദ്യ മുറിയിലേക്ക് കയറുമ്പോൾ പൊടിയിലൊതുങ്ങിയ ഒരു പഴയ ഡയറി രാഹുലിന്റെ കണ്ണിൽപ്പെട്ടു. തുറന്നപ്പോൾ ഒരു തണുത്ത കാറ്റ് മുഖത്ത് തട്ടി. ആദ്യ വരി വായിച്ചപ്പോൾ അവന്റെ ശരീരമൊട്ടാകെ നടുങ്ങി. എന്നെ കണ്ടെത്താൻ വരുന്നവൻ തിരികെ പോകില്ല. രാഹുൽ അല്പം പേടിച്ചെങ്കിലും വീഡിയോ തുടരുകയായിരുന്നു. അതുവരെ മൊബൈൽ ക്യാമറ പെട്ടെന്ന് തന്നെ പിന്നിലേക്ക് ഫോക്കസ് ചെയ്തു. അവിടെ നിലത്തിൽ ചെറുതായ പെൺകുട്ടിയുടെ കാൽപ്പാടുകൾ പ്രത്യക്ഷപ്പെട്ടു. അവൻ കാൽ വെച്ചിടാത്ത സ്ഥലത്തുപോലും പുതിയ കാൽപ്പാടുകൾ രൂപപ്പെട്ടു തുടങ്ങി. അവിടെ ആരാണ്? രാഹുൽ വിറയ്ക്കുന്ന ശബ്ദത്തിൽ ചോദിച്ചു. അതേസമയം ഒരു ചെറുചിരി. മതിലുകൾ മുഴുവൻ ആ ശബ്ദം പ്രതിധ്വനിച്ച് രാഹുലിനെ ചുറ്റി. മുറിയുടെ കോണിൽ നിന്നും ഒരു പെൺകുട്ടിയുടെ നിഴൽ തെളിഞ്ഞു. വെള്ള നിറത്തിലുള്ള വസ്ത്രം, പക്ഷേ മുഖത്ത് കണ്ണുകളില്ല. അവളുടെ ശബ്ദം കേട്ടപ്പോൾ രാഹുലിന്റെ മനം പൂർണ്ണമായി തകർന്നു. എന്റെ കഥ വായിച്ചു, ഇപ്പോൾ നീയും ഇവിടെ തന്നെ. ക്യാമറ പെട്ടെന്നിരുണ്ടു. റെക്കോർഡിംഗിൽ അവസാനം കേൾക്കുന്നത് രാഹുലിന്റെ മങ്ങിയ സ്വരമത്രേ. ദൈവമേ, രക്ഷിക്കൂ. അന്നുമുതൽ രാഹുൽ കാണാതായി. വീട്ടിൽ കണ്ടെത്തിയത് ഒറ്റ ക്യാമറ മാത്രം. അവസാന ഫ്രെയിമിൽ അടുത്തേക്ക് വരുന്നതുപോലുള്ള കാൽപ്പാടുകളുടെ ശബ്ദം.